ഞാൻ നല്ലൊരു അച്ഛനാണോ, ഞാനൊരു നല്ല അച്ഛനാവണമെന്നുള്ള ഇതിലാണ് ഞാൻ പോണത്. ഞാനൊരു നല്ല അച്ഛനാണോ നല്ല അച്ഛനല്ലേ എന്ന് പറയുന്നത് മക്കളാണ്, അല്ലേ? മക്കളാണ് പറയേണ്ടതെന്നാണ്. അതേ ലൈക്ക് ഈസ് എ മാൻ, അല്ലെങ്കിൽ ഷീ ഈസ് മൈ മോം. ഈ കമൻ്റ് ഇടാൻ കാരണം അച്ഛനെ പോലെ വളരണം, അമ്മയ്ക്ക് തുണയായി മാറണം, അമ്മയ്ക്ക് തുണയാവാനുള്ളതല്ല മക്കൾ. നോ. ഞാൻ ഇന്നലെയും കൂടെ ആരോടും അങ്ങനെ ഗോൾഡയുടെ വീട്ടിൽ മമ്മിയുടെ കാര്യം, നിങ്ങളെന്നെ നോക്കാനുള്ളതല്ല ഞാൻ. നോ. ഇല പൊഴിയാറായ ഇലയെ നോക്കാനല്ല മറ്റേ ഇല ഇനി ഇതിക്ക് മേലെ ഇതിന് കഴിഞ്ഞു വരുന്ന ഇലയെ നോക്കാം. എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യേനെയും നോക്കി ബാക്കി സമയം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നോക്കാം. അങ്ങനെ മാറണം. ഇവിടെ കുട്ടികൾ ആക്ച്വലി ട്രോമയിലാണുള്ളത്. അച്ഛനെയും അമ്മേനെയും നോക്കില്ലെന്ന്. ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്തായിരുന്നു പണി? വെരി കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളെന്നെ നോക്കാനല്ല ഞാനുള്ളതെന്ന്. വളരെ ഇറ്റ്സ് എ ഹാർട്ട് ബ്രേക്കിംഗ് തിങ് ഫോർ ഇൻ ദാറ്റ് കൾച്ചർ. ബട്ട് ഇൻ ന്യൂസിലാൻഡ് കൾച്ചർ ഇറ്റ് ഈസ് നോട്ട്. ഒരു അച്ഛനും അമ്മയും എൻ്റെ മക്കൾ നോക്കുന്നു വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുന്നത് അല്ല. അവർക്കറിയാം ഞങ്ങളെന്നെ നോക്കാൻ ആരുമില്ല. ഞങ്ങൾ സമ്പാദിച്ച് ഞങ്ങൾ ഫ്യൂണറൽ ഫണ്ടിന് വേണ്ടി പൈസ എടുത്ത് മാറ്റി വെച്ച് എൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഞാനൊരു ഭാരാവല്ലേ എന്ന് കരുതുന്നവരാണ് അവർ. നമ്മളിത് ഭാരാവല്ലേ എന്ന് പറഞ്ഞിട്ട് ഭാരമാക്കി വയ്ക്കണവരാ. അതാണ് ആ പാട്ട് കുറച്ച് പഴയതാണ്. ഇന്ന് ആ പാട്ട് പാടി കേരളത്തിൽ ഓടില്ല, വെറുതെ പാടാ. അത് പറയുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? എത്ര ആൾക്കാർ, എന്തുകൊണ്ടാണ് ഈ മരോളും അമ്മായിമ്മമാരും തമ്മിൽ അടി? മക്കളെന്നെ കൊണ്ടുപോയ മരുമക്കളെന്നെ അമ്മായിമ്മയ്ക്ക് സഹിക്കാൻ പറ്റാണ്ടേ? അത് അമ്മയുടെ കുറ്റമല്ല. അമ്മ ലവ് സൺ, എൻ്റെ സണ്ണിനെ. പക്ഷേ ഈ അമ്മ ഇതന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അമ്മയുടെ അടുത്ത്. അപ്പോൾ ആ മക്കളേനെ ഒതുക്കി പിടിക്കുന്ന അമ്മയാണ്. അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ ട്രൈബിനെ, അമ്മയുടെ ഫാമിലിയിലുള്ള അമ്മയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെന്നെ എന്നും പരിപാലിച്ചു. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മക്കളെന്നേക്കുള്ള സ്നേഹം എന്നോടാ. അവരെന്നെ ടോർച്ചർ ചെയ്യുമ്പോൾ അമ്മ പറയടോ, എനിക്കറിയാം. ബിക്കോസ് ആ അമ്മയുടെ മകനാണ് ഞാൻ, എൻ്റെ മക്കളാണ് അവർ. ദാറ്റ് ഈസ് സെക്കൻഡറി ആണ് എപ്പോഴും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിതിനെ എന്താ പറയുക, സയൻസ് വെച്ചിട്ട് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് സോ ഇതൊരു ബേർഡനാണ്. കേരള കൾച്ചറിൽ ഇത് നന്നായിട്ടുണ്ട്. മക്കൾ അമേരിക്കയിൽ പോയി, ന്യൂസിലാൻഡിൽ പോയി, ലണ്ടനിൽ പോയി, ഞങ്ങളെന്നെ നോക്കണില്ലേ? ഒഴിവില്ല. ഞാൻ എൻ്റെ കുട്ടികളെ നോക്കട്ടെ ആദ്യം. എൻ്റെ കുട്ടി വലുതായി വരില്ലേ, അവളുടെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ മീറ്റ് ചെയ്യണം. 3 കുട്ടികളുണ്ട് എനിക്ക്. ഐ നീഡ് ടു ലുക്ക് ആഫ്റ്റർ ദം ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ്. ഫുഡ്, schooling, exercise, day-to-day life, you seeing things, mobile phones. You need to put 100% your head into their life because they don't know what exactly happening. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അമ്മേനെയും മക്കളേനെയും നോക്കിയിരിക്കാൻ വരേണ്ടവരല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെന്നെ വിടൂ. അവർ നിങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല ശരിക്കും പറഞ്ഞാൽ. This is your offspring. They live alone. No problem. If you have time, if you have that love, appreciate that love. Give a phone call. Mom, you need something? You need some money? I can help you. Okay, son. Thank you. ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഞാനങ്ങോട്ട് ഒരു ഉറുപ്പ്യ തരില്ല. എന്താ നിങ്ങൾ ചെയ്യണം? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നോ. വൈ നിങ്ങളെന്തൊന്നും ചെയ്യാത്തത്? നിങ്ങൾ ജോലിക്ക് പോകണം. എൻ്റെ അമ്മ ഇന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് റോഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അമ്മേനെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോകാൻ എൻകറേജ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അറ്റ്ലീസ്റ്റ് ഷീ ഈസ് വോക്കിംഗ്. മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുന്നു, ജോണേട്ടനെ കാണുന്നു, ജോണേട്ടൻ്റെ അടുത്ത് മരുന്ന് മേടിക്കുന്നു. എന്താണ് ഞാൻ മരുന്ന് മേടിച്ചതെന്നുള്ളത് എൻ്റെ അമ്മ നോക്കുന്നു. ഷീ ഈസ് ലേണിങ്. കാശില്ലാച്ചെങ്കിൽ എൻ്റെ അമ്മ ബാങ്കിലേക്ക് പോകുന്നു, ബാങ്കിൽ നിന്ന് പോയി പൈസ മാറ്റുന്നു. ഞാൻ പോവില്ല. മേ ബി ഐ ക്യാൻ ഹെൽപ്പ്. അമ്മ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ നിങ്ങൾ പോകണം. ഇല്ല. അമ്മ വീട്ടിലിരിക്കുമ്പോൾ നമ്മളെന്താ പറയുക, അമ്മ ഞാൻ പോയിട്ട് പഠിച്ചിട്ട് തരട്ടെ എന്നോട് ഇരുന്ന. അമ്മ എന്താ ചെയ്തു? അമ്മ ഒന്നും ചെയ്തിട്ടില്ല. You are dying. So encouraging them, it's the hardest thing. Then you need to be open up. There is no life like that. You need to find your own way. You need to live alone. പിന്നെ നിങ്ങൾക്ക് ഹസ്ബൻഡ് ഉണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിന് എന്താ പണി? നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും കൂടെ നോക്കി നിങ്ങൾ മരിക്കണം. Then we will contribute. If we have some extra time, if we have some extra money,
ഡോണ്ട് ഗിവ് ദാറ്റ് ബേർഡൻ ടു അസ്. അതാണ് ആ കമൻറ്റ്. അമ്മേനെ വളർത്താനല്ല മക്കളുണ്ടായിട്ടുള്ളത്. ഞാൻ എന്നും പറയാറുണ്ട്, ഇറ്റ്സ് എ ഹാർഡസ്റ്റ് തിങ്. ഞങ്ങളുടെയൊക്കെ തറവാട്ടിൽ ഇതിനെക്കുറിച്ച് ചർച്ച ഉണ്ടായിട്ടുണ്ട്. ഇവനൊക്കെ ഞാൻ എൻ്റെ മക്കളിൽ നിന്നത് എക്സ്പെക്റ്റ് ചെയ്യണില്ലേ, പ്രശ്നം തീർന്നില്ലേ? ഇത് ബേർഡനാ. യു ഓൾ ഓക്കെ വിത്ത്? ഞാനത് എന്നും പറയണം. ഞാൻ ഇതൊരു മീഡിയയിൽ ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യം. അതിനോ ഇതിന് സപ്പോർട്ട് ചെയ്തതും ഒപ്പോസ് ചെയ്തതും സകലമായ ആൾക്കാരുണ്ടോ? ദർ ഈസ് നോ സച്ച് തിങ്. ഇന്ന് ഏത് പാരൻ്റ് ഉണ്ട് വെച്ചെങ്കിലും ഫൈൻഡ് യുവർ ഓൺ വേ ടു ലീവ്. ഡോണ്ട് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കിഡ്സ്. യു സ്റ്റാൻഡ് ടോൾ. നിൻ്റെ മക്കളുടെ ഒരു കാര്യം എനിക്ക് വേണ്ട എന്നൊക്കെ നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് അത് എക്സ്പെക്റ്റ് ചെയ്യണത്? ഞാൻ അച്ഛനായ സമയത്ത് അത് തുറന്നു പറഞ്ഞു. നിങ്ങളിതൊക്കെ പറഞ്ഞിട്ടില്ലല്ലേ. So I'm looking after my family first. You are second. Yes, of course you are second. My kids, 3 kids, my wife. ഒരു കാര്യം എന്ത് കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു മതിൽ വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് അടുക്കാൻ പറ്റില്ല. This is my family. Of course it's my family. And this is my mom and dad. I have all the respect. അത് നോക്കലിതല്ല, അത് വേറെ ഒരു രീതിയിലാണ്. എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് കഞ്ഞി കുടിക്കാണ്ട് അവരെന്നെ ഒരു സൈഡിൽ ഇരുത്തുന്നല്ല ഞാൻ അതിന് ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. ആ ബേർഡനിൽ ഒരു അച്ഛനും അമ്മയും വലുതാവരുത്, ഒരു മക്കൾക്കും ആ ഒരു ഇത് വരരുത്, ആ ബേർഡൻ ഉണ്ടാവരുത്. നോക്കി വളർത്തിയത് കൊണ്ട് നിങ്ങൾ എന്നെ നോക്കണം. പിന്നെ എന്താ പണി? അച്ഛനും അമ്മേനെ നോക്കി വളർത്തുന്നത് കുട്ടികളുടെ 18 വയസ്സ് വരെ അല്ലേ? ഗവൺമെൻറ് നോക്കി വളർത്തിയ കുട്ടികളെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഗവൺമെൻറ് നോക്കി വളർത്തും. അതിന് കണക്ക് പറയുക.